നട്ടലിന് ക്ഷതമേറ്റ ചികിത്സയ്ക്ക് വകയില്ലാതെ പ്രയാസപ്പെടുന്ന വീട്ടമ്മയ്ക്ക് ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. നിത്യവൃത്തിക്കായി താമരശ്ശേരി ചുങ്കത്ത് സ്പെയർ പാർട്സ് കട നടത്തുന്ന ലസിതയ്ക്കാണ് താമരശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ജപ്തി നോട്ടീസ് ലഭിച്ചത്. 15 ദിവസത്തിനകം 10 ലക്ഷത്തോളം രൂപ അടച്ചില്ലെങ്കിൽ കിടപ്പാടം ജപ്തി ചെയ്യുമെന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചത്. താമരശ്ശേരി ചുങ്കം ചുണ്ടക്കുന്നുമ്മൽ ലസിത 2016-17 വർഷത്തിൽ താമരശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഏതാനും തവണകൾ തിരിച്ചടക്കുകയും ചെയ്തു. താമരശ്ശേരി ചുങ്കത്ത് സ്പെയർ പാർട്സ് കട നടത്തി ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുന്ന ലസിതക്ക് നട്ടലിന് ക്ഷതമേറ്റതോടെ തിരിച്ചടവ് മുടങ്ങി. കോവിഡ് പ്രതിസന്ധിയും തിരിച്ചടിയായി. ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം ആയുർവേദ ചികിത്സയിൽ അഭയം തേടുകയായിരുന്നു. ഇതിനിടെയാണ് 9,80,702 രൂപ 15 ദിവസത്തിനകം തിരിച്ചടച്ചില്ലെങ്കിൽ പണയപ്പെടുത്തിയ ഭൂമി ലേലം ചെയ്ത് വിൽക്കുമെന്നുള്ള നോട്ടീസ് ലഭിച്ചത്. കുറച്ച് പൈസ കിട്ടി, കുറച്ച് അടവൊക്കെ അന്ന് അടിച്ച്, പിന്നേക്ക് അടിക്കാൻ പറ്റില്ല. ഷോപ്പിന് വേണ്ടിയിട്ട് എടുത്തായി. പിന്നെ ലോക്ക്ഡൗൺ പോയിട്ട് ഷോപ്പ് മന്ദഗതിയിലായതുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായും. ഈ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പേ ഒരു 30,000 റുപ്യ ആരോടൊക്കെ വായ്പ വാങ്ങിക്കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട്. പിന്നെ സുഖമില്ലാത്തൊരു കാര്യം കൂടി വന്ന അതിനിടയ്ക്ക് 2.5 കൊല്ലമായി നട്ടലിന് സുഖമില്ലായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. കുറേ KMCT കാണിച്ച്, കുറേ വെള്ളിമാട് കുന്ന് കാണിച്ച്, പാടുന്നൊക്കെ KMCT എന്നോട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്ക് പേടിച്ചിട്ട് പൈസ ഇല്ലാത്തൊരു അവസ്ഥയായിട്ട് പിന്നെ ഇപ്പം ഞാൻ വയനാട്ടിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇപ്പം നാടൻ ചികിത്സ ചെയ്യുക. നോട്ടീസ് പറയുന്ന ഒരു 15 ദിവസത്തിനുള്ളിൽ ഇപ്പം ലേലം വിളിക്കുന്ന സ്ഥലം, അതിനുള്ള നോട്ടീസാണ് വന്നത്. അതിക്ക് അടിക്കാൻ കഴിയൂല. 5 ലക്ഷം റുപ്യ പലിശ തന്നെ ഉണ്ട്. ഞാൻ ഒട്ടാകയിൽ 6 ലക്ഷം റുപ്യ എടുത്ത് ഇപ്പോൾ 9.5 ലക്ഷത്തിൻ്റെ മേധ അടിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മാസത്തിൽ അടിക്കാനുള്ള ചെറിയൊരു സംഖ്യ ആക്കി തന്നാൽ, അല്ലെങ്കിൽ എൻ്റെ സ്ഥലം വിൽക്കുന്ന ഞാൻ വിൽപ്പനയ്ക്ക് വെച്ചതാണ്. സ്ഥലം വിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതേക്ക് സാധിക്കുള്ളൂ, അല്ലാണ്ടെക്ക് സാധിക്കൂല അടിക്കാൻ. കുട്ടികളെ കാര്യമോ എല്ലാം കൂടി ഹസ്ബൻഡ് കൂലിപ്പണിക്ക് പോണ ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതം കഴിഞ്ഞു പോണേ. ഇവിടെ ഇങ്ങനെ ഷോപ്പ് മന്ദഗതി ആയതിനെക്കൊണ്ട് ഇവിടെ കിട്ടുന്ന ഇവിടെ തന്നെ ഇറക്കാനേ ഉള്ളൂ. കോവിഡ് കാലത്ത് സാധാരണക്കാർ ഏറെ പ്രയാസപ്പെടുന്ന സമയത്ത് ബാങ്ക് വായ്പയുടെ പേരിലുള്ള ജപ്തി നടപടികൾ ഉണ്ടാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് വിരുദ്ധമായാണ് താമരശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം സെയിൽസ് ഓഫീസർ ജപ്തി നോട്ടീസ് അയച്ചത്. പലിശയിൽ ഇളവ് നൽകി ഗഡുക്കളായി തിരിച്ചെടുക്കാനുള്ള അവസരമൊരുക്കുകയോ സ്ഥലം വിൽപ്പന നടത്തുന്നവരെ കാലാവധി നീട്ടി നൽകുകയോ ചെയ്യണമെന്നാണ് ലസിത ആവശ്യപ്പെടുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.